അടുത്ത് ശ്രീലങ്കയിൽ തൊട്ട് നമ്മളെ ഈ ഷിപ്പ് ഇറങ്ങിയത് ഇവിടെ ഉണ്ടാ കങ്കേശൻ തുരൈ എന്ന് പറഞ്ഞ സ്ഥലം. അങ്ങനെ സൈക്കിൾ ഓട്ടി തുടങ്ങിയിട്ടാ നമ്മള്. സൈക്ലിസ്റ്റ് അമ്മാമേ ഹായ്. ഭയങ്കര കലിപ്പിലാണ്ടാ ചമ്മിപ്പോയി. റോഡിൽ അവശ്യതയായിട്ടുള്ള ഒരു കിളീനെ കണ്ടിട്ടാ അതിനെയും അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റി. ടച്ച് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ശ്രീലങ്ക കാണാൻ പറ്റുന്നുണ്ട്. ആ ദൂരെ കാണുന്നത് ഒരു റിസോർട്ടാണെന്നാണ് തോന്നണം. അപ്പോൾ ടച്ച് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ശ്രീലങ്കയുടെ പോർട്ടിലേക്ക് അടുക്കുകയാണ്. ദൂരത്ത് ഇങ്ങനെ ചെറിയ ചെറിയ വീടുകൾ, ബോട്ട് അങ്ങനെയുള്ളതെല്ലാം കാണാം. ഇതിൻ്റെ ഈ ബോട്ടിൻ്റെ അല്ലെങ്കിൽ ഷിപ്പിൻ്റെ വലതുവശത്തിനെ പറയണത് സ്റ്റാർ ബോർഡ് എന്നാണ് പറയണത്. ലെഫ്റ്റ് സൈഡിലാണ് പോർട്ട് സൈഡ് എന്നാണ് പറയണത്. ലെഫ്റ്റ് റൈറ്റിന് അങ്ങനെയാണ് പറയണത്. അത് നേരത്തെ എനിക്കറിയാം, ഞാൻ ഈ കയാക്കിങ്ങിനും പിന്നെ ബോട്ട് ട്രെയിനിങ്ങിനൊക്കെ പോയതുകൊണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർ ബോർഡ് സൈഡിൽ ഇടതുവശത്തൂടി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്, അതായത് പോർട്ട് സൈഡ്. അവിടെ ദൂരത്ത് കാണുന്നത് ആ നേവിയുടെ സ്പീഡ് ബോട്ടാണ്. നമ്മൾ ഈ അഴിമുഖത്തോട് അല്ലെങ്കിൽ തുറമുഖത്തോട് അടുക്കുമ്പോഴത്തേന് ഇവർ വന്ന് നമ്മളെ ഇങ്ങനെ റൗണ്ട് ചുറ്റി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ അടുക്കണത് വരെ അവർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം മുമ്പിലോട്ട് ഇങ്ങനെ വന്ന് കാണുന്നതാണ് ശ്രീലങ്കയുടെ ഈ തുറമുഖം എന്ന് പറയണത്. ചെറിയൊരു തുറമുഖമാണ്. അത് ഇറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിനോട് അടുത്ത് കഴിയുമ്പോൾ ബാക്കി ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആ തുറമുഖത്തിനോട് അടുക്കുന്നുണ്ടാ. തുറമുഖം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ബോട്ട് ജെട്ടി അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഭയങ്കര ആഴമുള്ള സ്ഥലമെന്നാണ് പറയണം. എത്ര വലിയ ഷിപ്പാണെങ്കിലും അടുക്കുമെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ദൂരത്ത് വെയിറ്റിങ്ങിലാണ്. അവിടെ കസ്റ്റംസ് പിന്നെ മിലിറ്ററിക്കാരെല്ലാം ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്, മിഷ്യൻ ഗണ്ണും ഇതെല്ലാമായിട്ട്. അപ്പോൾ നമ്മൾ അടുത്തോണ്ടിരിക്കുന്നതാണ്. ഇത് ബോട്ടും ആ കോൺക്രീറ്റും തമ്മിൽ മുട്ടാതിരിക്കാനായിട്ട് ട്രാക്ടറിൻ്റെ ടയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഈ കാണുന്ന ചെറുതൊന്നുമല്ല, അടുത്ത് ചെല്ലുമ്പോഴാണ് ഭയങ്കര വലിപ്പം. പിന്നെ അതേപോലെ ലോറി കണ്ടില്ലേ, നമ്മുടെ ലഗേജ് എല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നേക്കണതാണ്. പിന്നെ ഈ കയർ, ചെറിയൊരു കയർ അവർ എറിഞ്ഞിട്ട് കൊടുത്തിട്ടാണ് വലിയ കയറിലേക്ക് വലിച്ചടിപ്പിക്കണം. എന്നിട്ടത് ബുള്ളാടെന്ന് പറഞ്ഞ സാധനമാണത്, ഷിപ്പിലെല്ലാം കെട്ടണം. എന്നിട്ടത് വെറുതെ കൊളുത്തിയിടേ ഉള്ളു. എന്നിട്ട് ഷിപ്പിൽ നിന്നാണ് ഇത് നേരെ വലിച്ചടിപ്പിക്കണം. ഇത് കണ്ട, ഇപ്പം തന്നെ നമ്മൾ അടുക്കും, മുട്ടി നമ്മളിപ്പോൾ തന്നെ മുട്ടും. ആ ടയറിൽ പോയിട്ട് ഈ ബോട്ട് ഇടിച്ച് നിൽക്കും കേട്ടോ. അങ്ങനെ കുറച്ചും കൂടിയുള്ള എടുക്കാനായിട്ട് അപ്പുറത്തും ഇതുപോലെ തന്നെ കയറിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് സംഭവം. നമ്മുടെ ബോട്ട് അടുത്ത് എന്നിട്ട് മുട്ടി. നമ്മളങ്ങനെ മുട്ടി. ഓക്കെ, ശ്രീലങ്കയിൽ അങ്ങനെ നമ്മൾ മുട്ടിയിട്ടാ. നീവിക്കാരെല്ലാം വന്ന് ഇപ്പം കേട്ടോ. ഇവരുടെ നീവിക്കാരുടെ കളർ ഉണ്ടോ, നീലയും പാൻറ്റ് കറുപ്പും ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ലേഡിയും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു നേവിയിലാണ് ഉണ്ടാകും, മിഷ്യൻ കണ്ണൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കണേ ആൾ. ഇവരെല്ലാം പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും ക്യൂവിലാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങണം. ഷിപ്പിൽ ഒരു മലയാളി പയ്യനുണ്ടായിരുന്നു കേട്ടോ. അവനുമായിട്ട് ശ്യാമ് സംസാരിച്ചിട്ടിരിക്കണേ. അമൻ എന്നല്ലേ പേര്? അമൻ തൃശ്ശൂർക്കാരനാണല്ലേ. അപ്പം ഞങ്ങൾ അമൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ 12 ആയപ്പോഴത്തേനും ഇവിടെ എത്തി ശ്രീലങ്കയിൽ. അപ്പോൾ നമ്മുടെ ഷിപ്പ് ഈ കാണുന്ന ഇതാണ് ശുഭം. എല്ലാവരും ഇങ്ങനെ ഒരു ബസ് പോയി, ഇപ്പോൾ അടുത്ത ബസ്സിന് വേണ്ടി നോക്കി നിൽക്കണേട്ടാ. ഏകദേശം പറഞ്ഞ പോലെ അല്ല കേട്ടോ, 100 പേരോളം ഉണ്ടായിരുന്നു ഇത് മൊത്തം. അപ്പോൾ ലെനിൻ ചേട്ടൻ ശ്യാമും കൂടെ ആ മലയാളി പേരാണ്, 2 പേരും മലയാളികളാണ്. അവർ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കണേ മലയാളികളാണ്. ഞങ്ങൾ ഇതിലൂടെയാണ് ഇങ്ങനെ ഇറക്കുന്നത്. നമ്മുടെ സൈക്കിളെല്ലാം എവിടെ നിന്നാണ് വരണതെന്നൊന്നും അറിയില്ല. അത് കിട്ടാത്തതുകൊണ്ട് ആകെ ടെൻഷനുണ്ട്. ഇവർ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഇവരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും, നമ്മൾ ഇറങ്ങുന്ന ആളുകളൊക്കെ. ഇതൊക്കെ നേവിയുടെ ആളുകളാണ് ഇവിടുത്തെ. ഈ കാണുന്നത് വേണ്ട, ഈ ലഗേജ് കയറ്റേണ്ടത് ഇങ്ങനെയാണ്. അവരുടെ ആ ഒരു ലോറി വന്ന് നിന്നിട്ട് അകത്തു നിന്നുള്ള സാധനങ്ങൾ കൈമാറി ഇങ്ങനെ അകത്തേക്ക് കയറ്റും. അപ്പോൾ സൈക്കിളും ഇങ്ങനെ തന്നെയാണെന്നൊരു സംശയം കൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷേ കുറേ നേരം നോക്കി നിന്നിട്ടും
സൈക്കിളൊന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല, ഇറക്കണ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലൂടെ അല്ലെന്നാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട അമൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അവൻ പറഞ്ഞത് ഇതിലൂടെ ആയിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത എവിടെയാണെന്ന്. അപ്പോൾ ഞങ്ങൾക്കുള്ള ബസ്സും വന്നിട്ടാ. എല്ലാവരും ഇങ്ങനെ വീഡിയോയിലിട്ട് നോക്കി പുറകിലോട്ട് നോക്കി എല്ലാവരും നിന്നിട്ടാണ് യാത്ര ചെയ്യണത്. ആടി വലഞ്ഞ് കുറച്ച് ദൂരമുള്ളൂ, ഒരു 5 മിനിറ്റ്. ഇതാണ് നമ്മൾ വന്ന ബസ്. അപ്പോൾ എല്ലാവരും ഇറങ്ങി. 2 ബസ്സിലുള്ള ആളുണ്ടായിരുന്നു. ഒരു ബസ്സിൽ 52 സീറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സൈക്കിൾ കയ്യിൽ കിട്ടി. അത് കുറേ നേരം വെയിറ്റ് ചെയ്ത് ഏറ്റവും അവസാനമാണ് നമ്മുടെ സൈക്കിൾ കിട്ടിയത്. അപ്പോൾ തന്നെ ലഗേജ് എല്ലാം കെട്ടി മീറ്ററെല്ലാം സെറ്റ് ചെയ്ത് നേരെ കസ്റ്റംസിൻ്റെ ചെക്കിങ്ങിൻ്റെ ബെൽറ്റിലേക്ക് കൊടുക്കണം ഇനി. അപ്പോൾ അവിടെ വെച്ച് ഇനി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല. അതിനകത്തോട്ട് വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കില്ല. അപ്പം എന്തായാലും ഇതിനകത്ത് തന്നെ ഇത്രയും ലഗേജുകളുണ്ട് കേട്ടോ. ഇതെല്ലാം ശ്രീലങ്കയിലോട്ട് ആളുകൾ കൊണ്ടുപോകണതാണ്. നമ്മളെ ഈ ഷിപ്പ് ഇറങ്ങിയത് ഇവിടെ ഉണ്ടാ, കങ്കേശൻ തുരൈ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്നാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഓട്ടോറിക്ഷ എല്ലാം ഇങ്ങനെ വന്ന് നിൽക്കും. എന്നിട്ട് ഇത് ഉണ്ടല്ലേ, ഇവിടെ നമ്മുടെ മഹീന്ദ്രയുടെ പിക്കപ്പ് ഉണ്ട്. പിന്നെ ഇത് മറ്റേ ബെൻസിൻ്റെ ഒരു വണ്ടിയാണ്. ഇതൊക്കെ നമ്മുടെ അവിടെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണിത്. ഇത് ഈക്കോനേലും വലുതാണല്ലോ എൻ്റെ. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലത്തെ വണ്ടി കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിക്കൂട്ടാ. സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ശ്രീലങ്കയിൽ സൈക്കിൾ ചവിട്ടി തുടങ്ങിയിട്ടാ. അടിപൊളി. അതുപോലെ ഇതുണ്ട്, ഷിപ്പിൻ്റെ ഒരു പ്രൊപ്പല്ലർ വെച്ചേക്കണണ്ട ഇവിടെ. ഇത് എനിക്ക് തോന്നുന്നത് മൊത്തം ബ്രാസാണെന്ന് തോന്നുന്നത്. ഉണ്ട്, എൻ്റെ വലിപ്പം നോക്കിക്ക് ഏകദേശം ഒരു 10-12 അടിയെങ്കിലും മൊത്തത്തിൽ ഹൈറ്റ് കാണും. പഴയ ഏതോ ഷിപ്പിൻ്റെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഹോട്ടൽ കണ്ട് കുറേ ദൂരം സൈക്കിൾ ചവിട്ടി. അങ്ങനെ വെയിൽ കൊണ്ട് സൈക്കിളൊക്കെ ചവിട്ടി ഇവിടെ ഒന്ന് തണലത്ത് പാർക്ക് ചെയ്ത്. അപ്പോൾ എല്ലാവരുടെയും സൈക്കിള് തണലത്ത് ഇങ്ങനെ പാർക്ക് ചെയ്ത് മുതുകെല്ലാം പൊള്ളണമായിരുന്നു. ഇത് ഈ ഹോട്ടലിൻ്റെ പേര് കൃഷ് എന്നാണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലെ തന്നെ പൊറോട്ട എല്ലാം ഉണ്ട്. ഇവിടെ ബൊറോട്ട എന്നാണ് പറയണ. പിന്നെ മുട്ടക്കറി ഉണ്ട്. എങ്ങനെയുണ്ടെന്ന് അറിയില്ല, കഴിച്ച് നോക്കിയിട്ട് പറയാം. പൊറോട്ടയും ചിക്കൻ കറിയും മീൻ കറിയും ഓർഡർ ചെയ്തിട്ടാണ്. പക്ഷേ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ചിക്കനൊന്നും കാണില്ലായിരുന്നു. അതിൽ ചിക്കൻ്റെ പാർട്സാ എന്തൊക്കെയോ. മീൻ കറി പറഞ്ഞിട്ട് മീൻ കുളമ്പ് മാത്രമേ ഉള്ളൂ, മീനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതുണ്ടല്ലോ, ഒരു ചിക്കൻ്റെ പാർട്സാണെന്ന് തോന്നുന്നു. നമ്മുടെ അവിടെയൊക്കെ ചിക്കൻ പാർട്സ് എന്ന് പറയില്ലേ, ഡ്രൈ ആയിട്ട് ഇരിക്കണം. ഭയങ്കര എരിവായിരുന്നു കേട്ടോ കറിക്കെല്ലാം, അന്യായ എരിവ്. പിന്നെ ഒരു സാധനം കണ്ടില്ലേ, ഇവിടെ ഇല്ലേ നമ്മൾ ഈ മാവെല്ലാം അരിച്ചെടുക്കണ പൊടിയെല്ലാം അരിച്ചെടുക്കണതില്ലേ, വാഷ് ബേസിൻ്റെ സിങ്കിൻ്റെ അടിയിൽ വെക്കും. വേസ്റ്റ് അതിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തോ പോലെ തോന്നും. പക്ഷേ ഇത് എല്ലാ ഹോട്ടലിലും ഇങ്ങനെ ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. ബില്ല് കേട്ട് കണ്ണ് തള്ളി. 9 പൊറോട്ടയ്ക്ക് 450, ചിക്കൻ കറിക്ക് 350, ചായ ഒരെണ്ണം 100 രൂപ വെച്ച് 300 രൂപ. ഇവിടെ അന്തം വിട്ട് നിന്നപ്പോൾ ഹോട്ടലിലവർ പറഞ്ഞേ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ചായക്ക് 150 രൂപ ആയിരിക്കും. ഞങ്ങളാകെ എടുത്തേക്കണത് 76,000 രൂപയുണ്ട്. 10 ദിവസം എങ്ങനെ തള്ളി നീക്കും എന്നുള്ളതാണ് ഇങ്ങനത്തെ ബില്ല് കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ചവിട്ടാൻ തുടങ്ങി. അപ്പോഴേക്കുണ്ടല്ല ഒരു സൈക്ലിസ്റ്റ് അമ്മുമ്മ. അവരോട് ഞാനേ അടുത്ത് ചെന്നിട്ടാ, എന്നിട്ട് അവരുടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാം. ഹായ് അമ്മമ്മേ, ഹായ്. അയ്യോ, അവർ മൈൻഡ് ചെയ്യാനുള്ള ചമ്മിപ്പോയി. അവിടെ ഒരു ഹനുമാൻ്റെ ഒരു വലിയൊരു പ്രതിമ കാണാം കേട്ടോ. ലെനിൻ ചേട്ടനും ശ്യാമും കൂടി ഇങ്ങനെ നൈസായിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കണേ. നല്ല ചൂടുണ്ട് ഇവിടെ, തമിഴ്നാട് പോലെയൊക്കെ തന്നെ നല്ല ചൂടാണ്. ഇത് നോക്കിയേ, ഹനുമാൻ്റെ ഒരു പ്രതിമ കണ്ട, വലിയൊരു പ്രതിമ കേട്ടോ. ഒരു 10 നില കെട്ടിടത്തിൽ ഹൈറ്റ് ഉണ്ടാവും തോന്നുന്നു കണ്ടിട്ട്. ജാഫ്നയിലെ പോസ്റ്റ് ഓഫീസാണ് ഉണ്ടായി കാണണം. ഞങ്ങളിവിടെ നിന്ന് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് 3 പേരും കൂടെ. ഞങ്ങളിന്നിവിടെ തങ്ങാമെന്നാണ് കരുതിയത്. ഇവിടെ കുറേ നേരത്തെ എത്തി. ഞങ്ങൾ 20 കിലോമീറ്റർ ഉള്ളൂ, പക്ഷെ കുറേ നേരത്തെ എത്തി. അപ്പോൾ അത് കാരണം ഉണ്ടല്ലോ, ഇനിയും കുറച്ചുകൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ദ്വീപ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു 35 കിലോമീറ്റർ. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് കഷ്ടിച്ച് 35 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പതിയെ പോകണം, ഒരു 20 കിലോമീറ്റർ താഴെ പോകണം. അപ്പോൾ എങ്ങനെയായാലും 2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. അപ്പോൾ അവിടെ ചെന്നിട്ട് റൂം എടുക്കാമെന്നാണ് കരുതുന്നത്. ഞങ്ങളിങ്ങോട്ട് പോരുന്ന വഴിക്ക് ഒരു മോറീസ് ഇവിടെ കണ്ടിട്ടാ. അപ്പോൾ അതിങ്ങനെ നിന്ന്
വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഒരാൾ. ഇത് നോക്കിക്കേ, നമ്മുടെ ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷേ ഇതിൻ്റെ നമ്പർ വേണ്ട, EN 9683. 4 ഡോറാണ് വണ്ടി. സൂപ്പർ വണ്ടി അല്ലേ. ചാവകച്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോണത്. അവിടെ റൂം എടുക്കാനാണ് പ്ലാൻ ചെയ്യണം. ഇവിടെ സൈക്കിളിന് വേണ്ടിയിട്ട് വേണ്ട, സൈക്കിൾ പാത്ത് എല്ലാം ഉണ്ട്. കറക്റ്റായിട്ട് കീപ്പ് ചെയ്താണ് നമ്മുടെ ടീം പോയിക്കൊണ്ടിരിക്കണം. ഏകദേശം തമിഴ്നാട് പോലെയൊക്കെ തന്നെ. നമ്മൾ നേരെ വേളാങ്കണ്ണിയിലോട്ട് പോകുന്ന ആ റോഡ് പോലെയൊക്കെ തന്നെ ഉണ്ട്. ഹായ്, ഞങ്ങൾ ജഫ്നയിൽ നിന്ന് ഒരു 8-10 കിലോമീറ്ററോളം വന്നു കഴിഞ്ഞപ്പോൾ ചാവകശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം പറഞ്ഞു തന്നു. അവിടെ ചെല്ലാൻ റൂം എടുക്കാമെന്നൊക്കെ വിചാരിച്ച് പോയി കഴിഞ്ഞപ്പോൾ അവിടെ റൂമൊന്നുമില്ല. പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ റൂം കണ്ട്, പക്ഷെ അത് അത്ര പോരാ. AC ഇല്ല, ഭയങ്കര ചൂട്. 3000 രൂപ, ഇവിടുത്തെ 3000 രൂപ. നമ്മുടെ ഏകദേശം 900 രൂപ വരുള്ളൂ. എന്നാലും റൂം അത്ര പോരാ, ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റില്ല, മുകളിലത്തെ നിലയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് വേറെ ജാഫ്നയിൽ തന്നെ തിരിച്ച് പോകാമെന്നൊക്കെയുള്ള ഒരു പ്ലാനാണ്. അവിടെ ചീപ്പായിട്ട് റൂമും പിന്നെ അതേപോലെ AC എല്ലാം ഉണ്ടാവും. അപ്പം അവിടെ പോയി ഇനി തിരിച്ചങ്ങോട്ട് പോകണം. 8.5 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. ഈ സ്ഥലം കണ്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോരാൻ തോന്നിയില്ല കേട്ടോ. എന്തായാലും ഇവിടെ ചൂടൊന്നും രാത്രി ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ തന്നെ തങ്ങാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. സൈക്കിൾ വെക്കാനായിട്ട് എല്ലാ സ്ഥലം തന്നിട്ട് അവർ ഒരു രക്ഷയില്ല, റൂമൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അത് കാരണം ഇവിടെ തന്നെ എടുക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ പഴയ ഒരു കെട്ടിടമുണ്ടോ, അത് ഇതാണ്, ഈ ഫ്ലോറെല്ലാം ഒരു റെഡ് ഓക്സൈഡൊക്കെ ചെയ്തിട്ട് പണ്ടത്തെ ഒരു വീടുകളിൽ ഒരു നമ്മളുടെ ഇവിടെയൊക്കെ ഒരു 30 കൊല്ലം മുമ്പുള്ള ടൈപ്പുള്ള വീട്, അതുപോലത്തെ ഒരു വീട്. അതിൽ 3-4 മുറികളുണ്ട്, മുകളിലും താഴത്തുമായിട്ട്. അപ്പം ഇങ്ങനെയാണ് വീടിൻ്റെ ഒരു സ്ട്രക്ചർ കാണുന്നത്. അവിടെയാണ് റിസപ്ഷൻ. അപ്പോൾ ലെനിൻ ചേട്ടൻ പാസ്പോർട്ട് എൻ്റെ ഇരിപ്പുണ്ട്, ചേട്ടൻ്റെ പാസ്പോർട്ട്. അപ്പം അത് കഴിഞ്ഞ് റൂം കാണിച്ചു തരാം. റൂം ഇതാണ്, ഒരു ഡബിൾ ബെഡും പിന്നെ ഒരു സിംഗിളും, എല്ലാം വലിച്ചു വാരി സൈക്കിളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കയറ്റി. ശ്യാമിൻ്റെ സൈക്കിള് പുറത്തും വെച്ച്. ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ കാണാനൊക്കെ ഉണ്ടല്ലേ. ആ ഭാഗത്താണ് നമ്മുടെ ഇന്ത്യ, എന്താ അസ്തമയം കാണാം. അപ്പം ഇനി ഒന്ന് കറങ്ങാൻ പോകണം. ഇവിടുത്തെ പ്ലഗിലൊന്നും നമ്മുടെ ഈ ചാർജർ സൂട്ടാവണില്ല. പ്ലഗ് എങ്ങനെയാ വെച്ചാൽ ഒരു സ്ക്വയർ ടൈപ്പ് പ്ലഗ്, ഇത് കണ്ടില്ലേ. നമ്മളുടെ ഇവിടെ വരുന്നത് ഇങ്ങനത്തെ ഒരു 2 പിന്നാണല്ലോ വരുന്നത്. പക്ഷേ ഇതിനകത്തേക്ക് എത്ര ശ്രമിച്ചാലും ഇത് കയറില്ല. ഇത് കണ്ടില്ലേ, ഒരു രക്ഷയില്ല, എത്ര അമർത്തിയാലും കയറില്ല. വരുമ്പോഴുണ്ടല്ലോ ഇതിന് പറ്റിയൊരു അഡാപ്റ്ററാ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആദ്യം അത് തന്നെ വാങ്ങിക്കണുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ മൊബൈൽ ഫോൺ സാധനങ്ങളെല്ലാം ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിലേ കുത്താനൊരു മൾട്ടി പിന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവരണത് നല്ലതായിരിക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടുപോകും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ സച്ചൻ ട്രാവൽസിൻ്റെ ബൈ.